മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയാണെങ്കിൽ പലഹാരങ്ങളെല്ലാം കഴിച്ചുകൊണ്ട് തന്നെ വളരെയേറെ അവശതയാകുന്നുണ്ട്. അങ്ങനെ ഛർദിലായിരിക്കുന്ന മഹാലക്ഷ്മിയെ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് അനന്തവും ലേഖയും കൂടി. ഹോസ്പിറ്റലിലോട്ട് പോകാൻ വരുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. തോമസ് വൈദ്യൻ്റെ വീട്ടിലോട്ട് വേണം കൊണ്ടുപോകാനെന്ന് പറയുന്നുണ്ട്. അതും പ്രകാരം അങ്ങോട്ട് തന്നെയാണ് അവർ പോകുന്നതും. അങ്ങനെ തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിൽ എത്തുന്ന മഹിക്കാണെങ്കിൽ ആകെ അവശതയാകുന്നുണ്ട്. നടക്കാൻ പോലുമുള്ള ആവതില്ലാതെ ആകെ കുഴഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ മഹിയെ ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് കയറ്റുന്നു. പിന്നീടാണെങ്കിൽ തോമസ് വൈദ്യൻ എല്ലാ പണിക്കാരോടും എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. എല്ലാം നന്നായിട്ട് തന്നെ ചെയ്യണം, എല്ലാ കൂട്ടും കറക്റ്റായിട്ട് തന്നെ വേണം. എൻ്റെ മകളെ പോലെ കരുതുന്ന ആ മോൾക്ക് അതിൻ്റെ കുഞ്ഞിനും ഒന്നും സംഭവിക്കരുത്. അതുപോലെ ഉള്ളിൽ പോയിരിക്കുന്ന വിഷമാണെങ്കിൽ നിർവീര്യമാക്കാനുള്ള മരുന്നാണ് ഇപ്പോൾ തയ്യാറാക്കേണ്ടതെന്നെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതേസമയം ആ മരുന്നെല്ലാം തയ്യാറായിട്ടുണ്ടെന്ന് പറയുകയാണ് ജയബാലൻ വന്ന്. പിന്നീട് കരുണയും മുത്തശ്ശിയുമാണ് കാണിക്കുന്നത്. കരുണയാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അവളുടെ കുഞ്ഞ് പോയി കാണുമല്ലേ മുത്തശ്ശി എന്ന് പറയുമ്പോൾ, പിന്നല്ലാതെ പോകാതെ ഇത്രയും നേരമായില്ലേ, അവളാണെങ്കിൽ അവളുടെ കുഞ്ഞ് പോയെന്നും പറഞ്ഞുകൊണ്ട് വാവിട്ട് കരയായിരിക്കുമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കരുണ പറയുന്നുണ്ട്, എനിക്ക് അവളുടെ കരച്ചിലെല്ലാം ഒന്ന് കാണണം മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മോൾ അതിനൊന്നും മുതിരണ്ട, അതൊക്കെ നമുക്ക് സമാധാനം പോലെ ഒരു ദിവസം പോയി അവളെ കാണാമെന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ അവളുടെ ആ MD കസേരയിൽ വലിയ നോട്ടമാണ് മുത്തശ്ശി, എനിക്ക് ആ കസേര സ്വന്തമാക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടെന്നെല്ലാം മുത്തശ്ശിയോടായിട്ട് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെല്ലാം നടക്കും മോളെ, എല്ലാം അവളുടെ കയ്യിൽ നിന്നും കണ്ണൻ്റെ അടുത്ത് വന്ന് ചേരുമ്പോൾ കണ്ണനായിരിക്കും എല്ലാ അവകാശവും. അപ്പോൾ മോൾക്ക് ആ കസേര കിട്ടുക തന്നെ ചെയ്യും. സ്വാതിയെ വിവാഹം ചെയ്താലും സ്വാതിക്കും അവനിക്കും ഒരു കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാവില്ലല്ലോ, ബാക്കിയുള്ള എല്ലാ സ്വത്തിനും അവകാശം മോൾക്കും മോളുടെ കുഞ്ഞിനുമായിരിക്കുമെന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ട് വളരെയേറെ സന്തോഷിക്കുകയാണ് കരുണ. പിന്നീട് കണ്ണനാണെങ്കിൽ തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിലോട്ട് എത്തുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ വെച്ച് സാഗറിനെ കാണുന്നു. അങ്ങനെ സാഗറിനോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, എന്തെല്ലാം കൂട്ടുണ്ടാക്കുകയാണ് സാറ്, മറുമരുന്നാകാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അനന്തവും കണ്ണനും കൂടെ തോമസ് വൈദ്യൻ്റെ മുറിയിലോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ വൈദ്യനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട് മഹാലക്ഷ്മിക്ക് എന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ ഒരു മറുമരുന്ന് കൊടുത്തിട്ടുണ്ട്, അത് വിഷം നിർവീര്യമാക്കാനുള്ള മരുന്നാണെന്നും എന്നാൽ അതുകൊണ്ട് മാത്രം മഹാലക്ഷ്മിയുടെ കാര്യങ്ങളൊന്നും ശരിയാവത്തില്ല, എന്നാൽ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം കണ്ണ, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിലോട്ട് മാറണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ആകെ ഒന്ന് ഭയപ്പെടുന്നു. എന്തെങ്കിലും പറ്റുമോ മഹാലക്ഷ്മിക്കും എൻ്റെ കുഞ്ഞിനും എന്നെല്ലാം ചോദിക്കുമ്പോൾ, ഒന്നും സംഭവിക്കില്ല, അതിനുവേണ്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണെന്നെല്ലാം വൈദ്യൻ പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി കാണാനായിട്ട് മുറിയിലോട്ട് എത്തുകയാണ് കണ്ണനും അനന്തവും കൂടെ. അങ്ങനെ മഹാലക്ഷ്മിയോടായിട്ട് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കറിയില്ല കണ്ണേട്ടാ, ഞാനത് നന്നായിട്ട് കഴിക്കുക തന്നെ ചെയ്തു, പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരുപാട് പ്രാവശ്യം വൊമിറ്റ് ചെയ്തു, എൻ്റെ വയറിന് നല്ല വേദന ഉണ്ടായിരുന്നു എന്നൊക്കെ കണ്ണനോടായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നീട് വൈദ്യം പറഞ്ഞതനുസരിച്ച് മഹാലക്ഷ്മിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്. അതേസമയം വൈദ്യനാണെങ്കിൽ മഹാലക്ഷ്മിക്കും കുഞ്ഞിനും വേണ്ടിയും നല്ല പ്രാർത്ഥനയിൽ തന്നെയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുന്ന മഹാലക്ഷ്മിയാണെങ്കിൽ ഡോക്ടറാണെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കുന്നുണ്ട്. അതിനുശേഷം ട്രിപ്പിട്ടെല്ലാം കിടത്തുകയാണ്. എല്ലാ സ്കാനിങ്ങും കഴിഞ്ഞ് ഡോക്ടറാണെങ്കിൽ കണ്ണനെ ഡോക്ടറിൻ്റെ റൂമിലോട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് റൂമിലെത്തുന്നു. എന്നിട്ട് മഹാലക്ഷ്മിയുടെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല, എന്താണെങ്കിലും എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ കുട്ടിയെ ഇത്ര എളുപ്പം ഇവിടെ കൊണ്ടുവരാൻ പറ്റിയതെന്നെല്ലാം ഡോക്ടറാണെങ്കിൽ പറയുകയാണ് കണ്ണനോട്. ഇത് കേട്ട് കണ്ണനാണെങ്കിൽ വളരെ സന്തോഷമാകുകയാണ്. വൈദ്യൻ്റെ മരുന്ന് കൊടുത്തത് കൊണ്ട് മാത്രമാണ് കുഞ്ഞിനെ നഷ്ടപ്പെടാതെ തന്നെ മഹാലക്ഷ്മിക്ക് കിട്ടിയത്. വൈദ്യൻ്റെ മറുമരുന്നാണ് മഹാലക്ഷ്മിയെ രക്ഷിച്ചത്. അങ്ങനെ മഹാലക്ഷ്മിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ തന്നെ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലേഖയോടായിട്ട് വളരെ വിഷമിച്ചുകൊണ്ട് തന്നെ കരയാണ്. അതേസമയം റൂമിലോട്ട് എത്തുന്ന കണ്ണനാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത്. തനിക്കും കുഞ്ഞിനും യാതൊരുവിധ കുഴപ്പവുമില്ല എന്നെല്ലാം മഹാലക്ഷ്മിയോടായിട്ട് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മഹാലക്ഷ്മിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് മഹാലക്ഷ്മി. പിന്നീട് ലേഖ ചോദിക്കുന്നുണ്ട്, എന്നാലും ഇതാരായിരിക്കും ചെയ്തത് കണ്ണേട്ട എന്ന് ചോദിക്കുമ്പോൾ, ഇതാരുമല്ല ചെയ്തത്, ആ പ്രതാപൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നോടാണെങ്കിൽ ഉണ്ണി ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതാണെന്നും അയാൾക്ക് ഒരു ഇരുട്ടടി തന്നെ കൊടുക്കണം, അല്ലാതെ രക്ഷയില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. അതും പ്രകാരം പ്രതാപനെ കാണാനായിട്ട് തന്നെ കണ്ണനാണെങ്കിൽ പ്രതാപൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെ എത്തുന്നുണ്ട്. ഹെൽമറ്റ് എല്ലാം വെച്ചുകൊണ്ട് തന്നെ ഒരു ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് കണ്ണൻ നിൽക്കുന്നത്. അങ്ങനെ പ്രതാപനാണെങ്കിൽ കണ്ണനെ കാണുമ്പോഴേക്കും ആരാണെന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. പക്ഷേ പ്രതാപൻ ആളെ ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ പ്രതാപനെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യുകയാണ് കണ്ണൻ.
അങ്ങനെ പ്രതാപൻ്റെ ശരീരമാസകലം ഇഞ്ചിഞ്ചായിട്ട് തന്നെ ഇടിച്ച് ചതക്കുകയാണ് കണ്ണൻ. പ്രതാപനെ നിലത്തിട്ട് ചവിട്ടുകയും പ്രതാപൻ്റെ കവളത്ത് അടിച്ച് പൊട്ടിക്കുകയും കൈയും കാലുമെല്ലാം ഒടിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കണ്ണനാണെങ്കിൽ ഇത്രയും നാളത്തെ ദേഷ്യമാണ് പ്രതാപനോട് തീർക്കുന്നത്. തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചിട്ട് പല പ്രാവശ്യം പ്രതാപനെ വെറുതെ വിട്ടതാണ് കണ്ണൻ. പക്ഷേ ഈ പ്രാവശ്യം കണ്ണൻ അതിൻ്റെ എല്ലാം കണക്കാക്കിക്കൊണ്ട് തന്നെ പ്രതാപനിട്ട് നല്ല രീതിക്ക് തന്നെ പെരുമാറുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ജീവശവം പോലെ ആക്കിയെടുക്കുകയാണ് കണ്ണൻ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.